ഹായ് ഗായ്സ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു നിർത്തിയതെന്ന് പറയുന്നത് ഞാൻ വൈകുന്നേരം ഒരു 2 സിനിമയ്ക്ക് പോകുന്നതാണ്. സോ ഇന്നലെ വൈകുന്നേരം 2 സിനിമയ്ക്ക് പോയി. സോ ആക്ച്വലി ആദ്യത്തെ സിനിമ, ഈ സിനിമ എന്താ പറയുന്നത്, നമ്മുടെ തിയേറ്ററിൻ്റെ സ്ക്രീനിൽ കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഫസ്റ്റ് അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതിന് മുന്നേ ഒരു ഗെയിം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഗെയിം കോൺസെപ്റ്റിൽ ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ടൊരു പടം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഇതിൻ്റെ പോസിറ്റീവ് തന്നെ, ഫസ്റ്റ് ഒരു പോസിറ്റീവ് അതാണ്. സെക്കൻഡ് അതിനേക്കാളും മേലെ നിൽക്കുന്നൊരു പോസിറ്റീവാണ് മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ട്രാൻസിഷൻസ് ഉണ്ട് ഇതിനകത്ത്. സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ക്ലൈമാക്സിനോട്ടൊക്കെ അടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ക്യാരക്ടർ ട്രാൻസിഷൻസ് പുള്ളി ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഹീസ് കോൾഡ് എ ലെജൻഡ്. അതും നമുക്ക് ആ സിനിമ അവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടാണ് ആ ക്യാരക്ടർ ട്രാൻസിഷൻ പുള്ളി ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെ തോന്നാത്ത ഒരു രീതിക്കാണ് പുള്ളി ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു വേറൊരു വൈബിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു വൈബ് എന്ന് പറയുന്നത് കുറേ വർഷത്തിന് മുന്നേ ഞാനൊക്കെ എൻജിനീയറിങ്ങിന്, എനിക്കൊന്ന് 2014-15 എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല, എനിക്ക് പൃഥ്വിയേട്ടൻ്റെ ഒരു സിനിമയാണ് ആക്ച്വലി, അതിൻ്റെ ഒരു വൈബാണ് ഓർമ്മ വന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പം നിങ്ങൾക്ക് അത് തോന്നിയാൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പം എന്തായാലും ആ സിനിമ പറയുന്നില്ല, നമ്മൾ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോസിൽ നമുക്കത് റിവീൽ ചെയ്യാം. നിങ്ങൾ നോക്കുക, നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ സിനിമയുടെ പേര് പറയുന്നതായിരിക്കും. സോ ഗോയിങ് ഫോർവേഡ്, നഗരത്തിൽ ഒരുപാട് സീരിയൽ റോബറി ഉണ്ടാകുന്നു. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രൂപത്തിലാണ്. സോ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഇങ്ങനെ കഥ പറയുക, ഹാഷിം എന്ന് പറയുന്ന ക്യാരക്ടറിനോട്, ഹക്കീം എന്ന് പറയുന്ന അത് ആ പുള്ളിയുടെ ക്യാരക്ടറിനോട് ആ പുള്ളിക്കാരെ ഇങ്ങനെ മമ്മൂക്ക ഇങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നല്ലൊരു ഇൻ്റർവെൽ പഞ്ചും നല്ലൊരു ഇൻ്റർവെൽ ബ്ലോക്കും ഒക്കെ വെച്ചിട്ട് പിന്നെ സിനിമ സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോൾ അത് ആ സ്റ്റോറി ടെല്ലിങ്ങിന് പാരലായിട്ട് നമുക്ക് ഇവൻറ്റ്സ് കാണിച്ചു തരുന്നു. അതാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സോ ഈ സീരിയൽ റോബറി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, സോ അതൊക്കെയാണ് ഈ സിനിമയിൽ നമുക്ക് പറഞ്ഞു വെക്കുന്നത്. ഇത് ആക്ച്വലി ഡിന്നു ഡെന്നീസ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ തന്നെയാണ് സ്ക്രീൻ പ്ലേയും പുള്ളിയുടെ തന്നെയാണെന്ന് തോന്നുന്നു. മമ്മൂക്കയെ കൂടാതെ അതിനകത്ത് ഐശ്വര്യ മേനോൻ, ഗൗതം മേനോൻ, അതേപോലെ കുറേ പേര്, ഹക്കീം, സോ അതേപോലെ ഒരു വലിയൊരു കുറച്ച് അത്യാവശ്യം നല്ലൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ഒരു എൻജോയബിൾ വൺ ടൈം വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ മേ ബി എൻ്റെ ഒരു ടേസ്റ്റിന് മേ ബി അത് അൺഫോർച്ചുനേറ്റ്ലി അതുകൊണ്ടായിരിക്കണം എനിക്ക് അത്ര അങ്ങോട്ട് വർക്കൗട്ടായില്ല. പക്ഷേ എന്നാൽ സിനിമ കൊള്ളാവുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ തന്നെയാണ്. നല്ലൊരു കോൺസെപ്റ്റാണ് സിനിമയ്ക്കുള്ളത്. ആ കോൺസെപ്റ്റ് നമ്മൾ എൻകറേജ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം ആ ബ്ലെൻഡിങ് നല്ലോണം നടന്നിട്ടുണ്ടെങ്കിലും ചിലയിടത്ത് ചില സീൻ ട്രാൻസിഷൻ, എനിക്ക് ഭയങ്കര എഡിറ്റിംഗ് നോളജ് ഇല്ല, പക്ഷേ ചില സീൻ ട്രാൻസിഷൻ ഭയങ്കര സ്മൂത്ത് ആയിരുന്നില്ല എന്നൊരു തോട്ട് എനിക്കുണ്ട്. കാരണം ഒരു സിനിമയിൽ സീൻ ബൈ സീൻ നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു ട്രാൻസിഷൻ സ്മൂത്ത് ആയില്ല എന്നൊരു തോട്ട് എനിക്കുണ്ട്. അങ്ങനെ ഇതൊരു ഫസ്റ്റ് ഡയറക്ടോറിയലാണ്. അപ്പം നമ്മൾ ഈ സിനിമ ആ ഒരു രീതിയിൽ സമീപിക്കാനാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. സോ നല്ലൊരു കോൺസെപ്റ്റാണ്. സ്ക്രിപ്റ്റിംഗ് ആക്ച്വലി എൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്ക്രീൻ പ്ലേ ഭയങ്കര ടൈറ്റാണ്. പക്ഷെ അത് മേ ബി എടുത്തിരിക്കുന്ന സമയത്ത് ഡെബ്യൂ ഡയറക്ടോറിയലിന് പറ്റുന്ന ചില പാളിച്ചകളുണ്ട് ഈ സിനിമയ്ക്ക്. ആ പാളിച്ചകൾ ഒഴിച്ചു നിർത്തിയാൽ നല്ലൊരു കോൺസെപ്റ്റുള്ള ഒരു ഫസ്റ്റ് ഓഫ് എ കൈൻഡ് പടം.
ക്ലൈമാക്സ് ഈസ് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വർത്ത് ഓഫ് വാച്ചാണ് ക്ലൈമാക്സ്. സോ ഇതാണ് എനിക്ക് ബസൂക്കയെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ തിയേറ്ററിൽ ചെന്ന് ആ ഒരു സിനിമയെ നമ്മൾ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന് ബസൂക്ക വന്നെങ്കിൽ നാളെ ഇതിലും മികച്ചൊരു ചിത്രം നമ്മുടെ മുന്നിലോട്ട് വരത്തുള്ളൂ ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിന്. സോ നമ്മൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള പുതിയ കോൺസെപ്റ്റ്സിനെ എൻകറേജ് ചെയ്യുക, തിയേറ്ററിൽ പോയി സിനിമ കാണുക, എൻജോയ് ചെയ്യുക. സോ ഞാനീ പറഞ്ഞ എൻ്റെ സ്ട്രിക്ട്ലി പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് മേ ബി ഇതിലും നല്ലോണം ഇഷ്ടപ്പെടാം. നിങ്ങൾക്ക് എനിക്ക് തോന്നിയ പോരായ്മകൾ മേ ബി ഒരു പോരായ്മയാണോ എന്ന് തോന്നുന്ന രീതിയിലും നിങ്ങൾക്ക് തോട്ട് ചെയ്യാം. സ്ട്രിക്ട്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഇതാണ് ആദ്യത്തെ സിനിമ. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് മരണമാസ് എന്ന് പറയുന്ന സിനിമയാണ്. ഇത് ആക്ച്വലി ഞാൻ എന്താ പറയുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് കണ്ട സിനിമയാണ്. കാരണം 6:40 ബസൂക്ക കാണാൻ കയറുന്നു, ഒരു 9:40 അവിടെ നിന്ന് ഇറങ്ങുന്നു, ഒരു ഷവർമയും ഒരു ഗോലി സോഡയും കുടിച്ചിട്ട് 10 മണിക്ക് അതേ സ്ക്രീനിൽ തന്നെ, അതേ തിയേറ്ററിൽ തന്നെ, അതേ സ്ക്രീനിൽ തന്നെ പിന്നെയും അടുത്ത സിനിമ കാണാൻ കയറുന്നു. അങ്ങനെയാണ് കയറിയത്. സോ മരണമാസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വണ്ടർഫുൾ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി സിനിമ. ഇപ്പോൾ ബേസിൽ ജോസഫ്, അത് വലിയൊരു താരനിരയുണ്ട്. ബേസിൽ ജോസഫ് ഉണ്ട്, സുരേഷ് കൃഷ്ണ, സിജു സണ്ണി. എനിക്കൊന്ന് സിജു സണ്ണിയുടെയാണ് കഥ. ശിവപ്രസാദാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര എൻജോയബിൾ കുറേ മൊമെൻറ്റ്സ് തന്നൊരു സിനിമയാണ് മരണമാസ്. എടുത്തു പറയുന്നത് രാജേഷ് മാധവൻ, അതിനകത്ത് SK സീരിയൽ കില്ലറായിട്ട് പുള്ളി വന്നിരിക്കുന്നത്. ഇല്ല, എനിക്ക് ഏറ്റവും ആക്ച്വലി ഇഷ്ടപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഈ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ചില പേരുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സിനിമ കണ്ടവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ട്രെയിലറിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയാം. ആക്ച്വലി സുരേഷ് കൃഷ്ണ ഒരു ബസ് ഡ്രൈവറാണ്. അപ്പോൾ ആ ബസ് ഡ്രൈവർ ആ ബസ് ഓടിക്കുന്ന സമയത്ത് ആ ബസ്സിൻ്റെ പേരെന്ന് പറയുന്നത് വീണപ്പൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബസ്സിൻ്റെ ഓണർ ഒരു മാഷായതുകൊണ്ട് സുരേഷ് കൃഷ്ണ ആശാനെന്ന്, അപ്പോൾ ആശാൻ്റെ വീണപ്പൂവ്. സോ ആ ഒരു ഡീറ്റെയിലിങ് അല്ലെങ്കിൽ അതേപോലത്തെ മെൻഷനിങ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിലാണെന്ന് തോന്നുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ഉണ്ട്. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്ന ഒരു ക്യാമിയോ ഉണ്ട്. അതേപോലെ ബാബു ആൻ്റണി ചേട്ടനുണ്ട്. എൻ്റെ അമ്മോ, ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ച് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു മരണമാസം കണ്ടപ്പോൾ. എന്താ പറയുന്നത്, അപ്പോൾ ബേസിൽ ജോസഫിൻ്റെ ഒരു ക്യാരക്ടറാണെങ്കിൽ ഇതിനകത്ത് ഇത് ഒരു വൺ ലൈനിൽ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ സിമ്പിൾ നാടാണ്, ഭയങ്കര ഓവർ ദ ടോപ്പ് ക്യാരക്ടേഴ്സാണ്. അപ്പം ആ ഒരു സിനേറിയോയിലോട്ട് ഒരു സീരിയൽ കില്ലർ വരുന്നു. ആ സീരിയൽ കില്ലറിനൊരു ഹ്യൂമറസ് ആയിട്ടൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. പുള്ളി എങ്ങനെയാണ് സീരിയൽ കില്ലർ ആവുന്നതെന്നും പുള്ളിയുടെ സീരിയൽ കില്ലിങ്ങിൻ്റെ ആ ഒരു രീതിയൊക്കെ നമുക്ക് നോക്കുമ്പം ചിരി, അല്ലെങ്കിൽ ഭയങ്കര ഒരു ചിരി അല്ലെങ്കിൽ ഞാൻ പറയല്ലോ, പക്ഷേ നമുക്കിങ്ങനെ ഒരു സ്മൈൽ കാണും. ലൈക്ക് സിനിമ കണ്ടു തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്ന വരെ ആ ഒരു മിഡ് ക്രെഡിറ്റ്സ് ഉണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പെർട്ടിക്കുലർ ആൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിനിമ തീരുമ്പം ഒരു മിഡ് ക്രെഡിറ്റ്സ് ഉണ്ട്. മിഡ് ക്രെഡിറ്റ്സിൽ എന്തിനാണ് ഈ സീരിയൽ കില്ലിംഗ് ഒക്കെ നടക്കുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതും ഭയങ്കര രസകരമാണ്. അതേപോലെ ഇതിനകത്ത് ഇടയ്ക്ക് ടാഗ്സ് ഉണ്ട്. ഇപ്പോൾ ബേസിൽ ജോസഫിനെ കളിയാക്കുന്നതാണോ അല്ലെങ്കിൽ, പക്ഷെ അതും നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരുന്നു. ഞാൻ നേരത്തെ പറയാൻ മറന്നു, ബസൂക്കയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കിടിലമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഹോളിവുഡ് ടച്ച് എനിക്ക് ഫീൽ ചെയ്ത, ഞാൻ അധികം സിനിമകൾ കണ്ടിട്ടില്ല, പക്ഷേ ഹോളിവുഡിൽ ഞാൻ കണ്ട സിനിമകൾ, ഞാൻ അത്യാവശ്യം കുറേ സിനിമകൾ കണ്ടെടുത്തോളം നല്ലോണം എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കിടിലമായിട്ട് ഫീൽ ചെയ്തു ബസൂക്കയുടെ. അപ്പോൾ ഇതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആക്ച്വലി സൂപ്പറായിരുന്നു, കിടിലമായിരുന്നു. സോ അതാണ് നല്ലൊരു സിനിമ. കാരണം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഫാമിലി ആയിട്ട് കണ്ടാലും വലിയ കുഴപ്പമില്ല. സോ തീർച്ചയായിട്ടും കണ്ട് രസിക്കുക. കാരണം നല്ലൊരു എൻജോയബിൾ മൂവിയാണ്. പിന്നെ ഞാൻ പറയുന്നത് സ്ട്രിക്ട്ലി ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക്
നല്ലോണം വർക്കൗട്ടായ സിനിമ, കിഡിലായിട്ട് വർക്കൗട്ടായ സിനിമ. ഞാൻ നല്ലോണം ചിരിച്ച് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. സോ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബോണസ് മൂവിയും കൂടി ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നെറ്റ്ഫ്ലിക്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ ഫിലിമാണ്. ഡോൺ ലീ നായകനായിട്ടുള്ള ബാഡ് ലാൻഡ് ഹണ്ടേഴ്സ് എന്നാണ് സിനിമയുടെ പേര്. ആക്ച്വലി ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ സയൻസ് ഫൈ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. ആക്ഷൻ ഇഷ്ടപ്പെടുന്നവരും ഡോൺ ലീ, ഞാൻ പേഴ്സണലി ഡോൺ ലീയുടെ ഭയങ്കര ആരാധകനാണ്. സോ ആ ഒരു ആരാധകർക്കൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഈ സിനിമയിലുണ്ട്. ഒരു ഒരു സിമ്പിൾ പ്ലോട്ടാണ്. ആ സിമ്പിൾ പ്ലോട്ടിന് ആക്ഷൻ ജോണറിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എനിക്കൊന്നും ഒരു 2 മണിക്കൂർ പോലും സിനിമയില്ല. 1.25 മണിക്കൂർ, 1 മണിക്കൂർ 48 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ സിനിമ. സോ തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സിൽ കണ്ട് ആസ്വദിക്കുക. സോ ഇതോടെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഹാപ്പി വിഷു എല്ലാവർക്കും. നല്ലോണം ആസ്വദിക്കുക, എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടാറ്റ, നമസ്കാരം. അതേപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. സോ ടാറ്റ, ഹാപ്പി വിഷു.